അങ്ങോട്ട് പാസ്റ്റർ പിന്നെ അവിടുത്തെ സഭാംഗങ്ങളും എല്ലാവരും കൂടെ കൂടി നല്ല അങ്ങോട്ട് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എന്താണെങ്കിലും അതെ അതെ ഒരു കാര്യം ഉറപ്പാണ്. എന്താണ് നമ്മൾ ഇവരാരും ഈ ഭൗതികലോകത്ത് പോകുന്നില്ലേ? വചനം പോഷിക്കുന്ന കുഞ്ഞുങ്ങളായിട്ട് തന്നെ മാറും. അതെ അല്ല പക്ഷെ നമ്മൾ ഈ നടന്നു വരുമ്പോൾ വണ്ടി നമ്മൾ അവിടെ സ്റ്റക്കായി കിടക്കും. നമ്മൾ ഈ നടന്നു വരുമ്പോൾ ഒരു വിഭാഗം എല്ലാം ഭയങ്കര വിജനമായി കിടക്കുന്ന സ്ഥലമാണ്. നമുക്ക് എനിക്കാണ് വലിയ പേടിയില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വെള്ളം കുടിക്കണം. ആണോ? അയ്യോ പക്ഷെ എന്റെ കാലിനാണ് ഭയങ്കര വേദന. ഞാനാണ് നടന്ന് എന്റെ കാലിന്റെ ഇല്ലില്ല ഈ വാർത്ത റിക്കാർഡ് ചെയ്ത് റോഡ് മുഴുവൻ കാടായി കിടക്കുന്ന അവസ്ഥ. നമുക്ക് ഇവിടെ എവിടെ കിണറോ എന്തോ എന്തേലും ഒരു കുടിക്കാൻ എന്തേലും ഒരു വാങ്ങി കിട്ടിയാലും ഇതൊരു കുഴപ്പമാ. അല്ലല്ല അവിടെ എനിക്ക് വാസ ഞാൻ വാസ അവിടെ ഒന്നും ആർക്കാ വാസനല്ലേ നാട്ടില്ല. വാസന അവിടെ ഞാൻ നാട്ടിൽ നോക്കാം. നോക്കട്ടെ. അത് കാറ്റ് മാത്രമേ എന്റെ പൊന്നെ എന്നെ ചെയ്യാൻ ഇത് കുഴപ്പമൊന്നുമില്ല. ഇത് കുറച്ച് പഴകിയതാന്ന് തോന്നുന്നു. വിളിക്കാൻ കിട്ടുമോ? നമുക്കൊന്ന് ആദ്യം നോക്കാം. എന്താ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. നമുക്കൊന്ന് ആദ്യം ഒന്ന് പരിശ്രമിച്ച് നോക്കാം. ഇതിനകത്ത് ശാലം വെള്ളം കിട്ടുമോ? അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് നോക്കാം. എന്താണ് പാസ് കൈ വെച്ച് നോക്കി കിട്ടുമോ? വെള്ളം നല്ല കിട്ടുമോ? അന്നാ നമുക്ക് മെയിനായിട്ട് ഇത് നന്നാക്കുന്നത് പ്ലംബറല്ല കിട്ടുവാണെങ്കിൽ നമുക്ക് നോക്കാം. എന്റെ ഫോണിൽ ഒരു നമ്പർ ഉണ്ട്. ഞാൻ അദ്ദേഹത്തെ വിളിക്കാം. പ്ലംബർമാരല്ലേ? ഹലോ ചേട്ടാ ഞാൻ മഹേഷാണ് വിളിക്കുന്നത്. ഇതിലൂടെ ഞങ്ങളുടെ ബൈക്ക് ഒന്ന് കേടായി പോയി. പെട്ടെന്ന് ഞങ്ങൾ അവിടെ ഇങ്ങോട്ട് നടന്നു വരിക. നിങ്ങൾ ഈ പ്ലംബിങ്ങിന്റെ വർക്കൊക്കെ ചെയ്യുന്ന ആണോ? എന്നാ നിങ്ങളുടെ ആ ദേശത്ത് നിങ്ങളുടെ ആ സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. ആ മെയിൻ റോഡ് കഴിഞ്ഞിട്ട് ആ ചാറിടാത്ത വഴിയില്ലേ? ആ ചാറിടാത്ത വഴി ആ ചാറിടാത്ത വഴി ഇവിടെ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. ഇവിടെ ഞങ്ങൾ നിൽപ്പുണ്ട്. നിങ്ങൾ ഈ റോഡ് സൈഡിൽ തന്നെ ഒന്ന് ആ സാധനങ്ങളുമായിട്ടൊന്ന് ഓടി പോകും. ഓക്കെ ശരി. ഇത് ഈ കുഴപ്പമൊന്ന് ശരിയാണ്. മെയിനായി ഇതൊന്ന് ശരിയാക്കി ഇതിനകത്ത് ശാലം വെള്ളം കുടിക്കണമെന്ന് ഞങ്ങൾ ഭയങ്കര ഇത് അത് തന്നെയല്ല. ഇത് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. അല്ല ഇത് കാണാൻ തന്നെ അതിനകത്ത് ഷീന്ന് സൗണ്ട് മാത്രമേ വരൂ. ഒന്ന് അവിടെ കുറച്ചുകൂടെ അടുത്തു. എനിക്കാണെങ്കിൽ ഭയങ്കര നടന്നു ഞാൻ ഭക്ഷണം എടുത്ത് വന്നെങ്കിൽ കാശിയൊക്കെ ഒന്ന് പറഞ്ഞേ കുഴപ്പമില്ലല്ലോ. എങ്ങനെയെന്ന് അറിയാമോ? മുഴുവൻ തുരുമ്പാന്ന് തോന്നുന്നു കേട്ടോ. ആണ് പഞ്ചായത്തിന്റെ എല്ലാ പരിപാടികളും തന്നെയാണ്. എപ്പോൾ ആൾക്കാരും പാർക്കണം ഇവിടെ സ്വിച്ചിരിക്കുന്നത് ഇവിടെ മുഴുവൻ സ്വിച്ചാ മുഴുവൻ തുരുമ്പ് നോക്കി ചെയ്യാൻ പറ്റും. അതെ അതെ അകത്തായതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക്
അകത്തിൽ നിന്ന് കുറെ സൗണ്ടുകളൊക്കെ വരുന്നുണ്ടല്ലോ. ഇതിനകത്ത് ചുമ്മാ എന്തൊക്കെയോ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരിക്കലും കേൾക്കാത്ത സൗണ്ടാ കേട്ടോ. ഇത് ഭൂമിയുടെ അടിയിൽ നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നു. ആണോ? ആഹാ. അതെ അതെ അതെ. ഞങ്ങളുടെ കുറെ നേരമായി കുഴപ്പമില്ലാത്ത ഭയങ്കര സൗണ്ട് കേട്ടു. ഒരു കാരണവശാലും ഇതൊന്ന് ശരിയാക്കാൻ പറ്റും. ഞങ്ങളൊരു പ്ലംബറെ വിളിച്ചു. അകത്തിന് ഭയങ്കര സൗണ്ട് ആക്കിയിട്ടുണ്ട്. എന്താ വന്നറിയില്ല. സാധ്യമാണ്. നമുക്കെല്ലാം വിളിച്ചു. ഇതിനകത്താണ് കുഴപ്പം കേട്ടോ. ഇതാണ് കുഴപ്പം. ആവിചാരം ഇതിനെല്ലാത്തിന്റെ അടിമയാ. ആവിചാരത്തിനൊക്കെ അടിമയാ. അത് നോക്കട്ടെ, ഇനി അത് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്? വിഗ്രഹാരാധന ഇതെങ്ങനെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടും? മറ്റുള്ളവർക്ക് തോന്നി വെള്ളം കിട്ടും. ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ അകത്തിരിക്കുന്നതല്ല. കാര്യങ്ങളെ കിടക്കുന്നു നോക്കി ദേവദാസന്മാരോട് പറയും. അത് കാരണം ഇവര് നല്ലത് പറയുന്നത് കാരണം ഇവരോട് തൊടി പോലെ ഒരെണ്ണം തിരിച്ചില്ല. ഇനിയുണ്ട് കേട്ടോ. ഇങ്ങനെ നിറഞ്ഞു കിടക്കും. ഇതിനോട് നിറഞ്ഞിരിക്കുക. ഇങ്ങനെ അല്ലേ ജഡത്തിന്റെ പ്രവൃത്തികൾ ഇണക്കം. ഈ കുഴപ്പങ്ങൾ ഇതൊക്കെ ഉണ്ടോ? പുറത്താണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അകത്തല്ലേ. അതിന് നമുക്കിപ്പോ എന്താ ചെയ്യുന്നത്? നമുക്ക് ഇതല്ലേ വഴിയുള്ളൂ. ഇത് ദൈവത്തോട് പറയുക തന്നെ. ദൈവം അതിന് വെളിപ്പെടുത്തി നന്നായി. സമയത്ത് എല്ലാവരും ഭയങ്കര കിടക്ക് ഇഷ്ടമുള്ളവരോട് ഇത്രയും കൂട്ടം കാര്യങ്ങളാ ഇതിനകത്ത് കിടക്കുന്നത്. പിന്നെ എങ്ങനെയാ ഈ ജഡത്തിന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയി എന്തെങ്കിലും നടക്കും? ഒന്നും നടക്കത്തില്ല. നമുക്കൊരു ദിവസം ഒന്ന് പ്രാർത്ഥിച്ച ഈ ഇതിനകത്ത് ചില ദൈവികമായ ആത്മാവിന്റെ ഫലങ്ങൾ ഇതിനകത്തൊക്കെ നിറയ്ക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധനെ സ്തോത്ര 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 സ്തോത്രം. ഇതിനകത്തോട്ട് നിറയ്ക്കാം. എന്തോ വാസി ആദ്യം നിറയ്ക്കുന്നേ? സന്തോഷം നിറയ്ക്കാം, സമാധാനം നിറയ്ക്കാം, ദീർഘക്ഷമ നിറയ്ക്കാം. സന്തോഷം നിറച്ചിട്ടുണ്ട്. ആണോ? മുഖം നോക്കട്ടെ. ഇപ്പോഴാണ് ക്ലിയർ ആയിട്ട് അല്ലേ? സന്തോഷം കണ്ടില്ല.
നിർത്തിയേക്കുന്നത്? സമാധാനം. സമാധാനം. ആ, എനിക്കറിയാം. സമാധാനം ഇല്ലായിരുന്നു. എല്ലാവരും വന്ന് ഇവരെ ഒരു സമാധാനം ഇല്ലായിരുന്നു. സമാധാനം നിഷേധിക്കുക. അപ്പൊ സമാധാനം കൊടുത്തു. അടുത്തത് സ്നേഹം. ഇതാ ഒന്നാമത്. ഇങ്ങനെ നടന്നത്, ഇങ്ങനെ ഇരുന്ന് നിന്നത്, ഈ വെള്ളം കൊടുത്തോണ്ടിരുന്നത്. സ്നേഹമില്ലായിരുന്നു. ആരോട് സ്നേഹമില്ലായിരുന്നു. ആരോട് സ്നേഹമില്ലാതെ വെള്ളം കൊടുക്കാൻ പറ്റും? സ്നേഹമില്ലാതെ അതെ ഒരു കുഴപ്പമായിരുന്നു. ഇതിനകത്തെല്ലാം ഈ സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാം ഞാൻ നിറച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി ഒന്ന് അടിച്ചു നോക്കിക്കേ, എന്തെങ്കിലും അറിയാം. ഒന്ന് നോക്കട്ടെ. ദൈവമായിട്ടുള്ള സന്തോഷം ഞങ്ങൾ ഈ നിങ്ങളെ സ്തുതിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മുടെ ജഡത്തിന്റെ പ്രവൃത്തികളുണ്ട്, ആത്മാവിന്റെ പ്രവൃത്തിയുണ്ട്. ആത്മാവിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്തുണ്ടായാൽ നമുക്ക് എന്നും എല്ലാവർക്കും എല്ലാ കാലത്തും പ്രയോജനമുള്ളവരായി, നമ്മുടെ മറ്റുള്ളവർക്ക് അതേ നമ്മളെ കൊണ്ട് ആകുന്നത് പ്രയോജനമുള്ളവരായി. എന്നാൽ ജഡത്തിന്റെ പ്രവൃത്തി പല ജീവിതങ്ങളെയും നമ്മൾ മടുപ്പിച്ച് കളയുകയും പലരെയും നമ്മുടെ സ്നേഹത്തിൽ നിന്ന്, നമ്മുടെ സമാധാനത്തിൽ നിന്ന്, നമ്മുടെ സന്തോഷത്തിൽ നിന്നെല്ലാം കെടുത്തിക്കളയുന്നത് നമ്മുടെ ആത്മാവിന്റെ അതേ ദൈവവചനമാകുന്ന ദൈവവചനത്തിന്റെ ഫലങ്ങളില്ലാത്തത് കൊണ്ടാണ്. ഞങ്ങളുടെ ഇതിനകത്ത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സ്പിറ്റിനകത്ത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങളുടെ ജീവിതത്തിനകത്ത് എല്ലാ പ്രിയപ്പെട്ടവരെ ഈ നാടുകളിൽ വകയും പിടപ്പും ജാരശങ്കയും ഇതെല്ലാം എടുത്തു മാറ്റി ആത്മാവിന്റെ ഫലത്തോടെ മുന്നേറുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ സഹായിക്കും.